ഹലോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാമനയാക്കുന്നു. നാളെ പൂരാണ്. ഇപ്പോൾ നാളെ രാവിലേക്ക് വേണ്ടിയിട്ട് കാമനയാക്കലാണ്. നാളെ മണ്ണിനെ കൊണ്ടുള്ള കാമനാണ്. അതിന് വേണ്ടിയിട്ട് ചേടി മണ്ണിലൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പം ആക്കി വെക്കണം. രാവിലെ സമയം ഉണ്ടാവില്ല. അപ്പോൾ രാത്രിക്കാണ് ആക്കി വെക്കൽ. 3 കാമനയാക്കണം. അപ്പോൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് തുടങ്ങാം. പാറു സന്ധ്യക്ക് പൂവിന് വെള്ളം കൊടുക്കലാന്ന്. എല്ലാ ദിവസവും വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ പൂവിന് വെള്ളം കൊടുക്കണം. അപ്പോൾ ഇവളാന്ന് ഇവിടുത്തെ പൂരക്കുട്ടി. അപ്പോൾ വെള്ളം കൊടുക്കുമെന്ന്. ശരിക്കും വിളക്ക് കത്തിച്ചിട്ട് അപ്പാട് കൊടുക്കണ്ടേന്ന്. ഇവൾ ഇങ്ങനെ നടന്നു കഴിച്ച് നേരാക്കിയിട്ട് ഇപ്പം രാത്രി ആയാലാന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മളിട്ട കാമനാണിത്. ചാണകത്തിനൊക്കെ ഉണ്ടാക്കിയ കാമൻ. അപ്പോൾ നമുക്കിനി കാമനയാക്കാൻ തുടങ്ങാം. ഇത് ചേടി മണ്ണ് കുഴച്ച് വെച്ചതാണ്. ചേടി മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ കിണറെല്ലാം കുഴിച്ച് കഴിഞ്ഞാൽ വരുന്ന അടിയിലുള്ളൊരു തരം വെള്ള കളറിലൊരു മണ്ണാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാക്കിയാലാണ് നല്ല സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ കുഴച്ച് വെച്ചത് കുറച്ച് ലൂസാണ്. അപ്പോൾ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തലയെല്ലാം വെക്കുമ്പോൾ അതങ്ങ് അമർന്നു പോവും. നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മേൽഭാഗം ആക്കുക. അത് വലിയ കാമൻ്റെ 3 കാമന ഉണ്ടാവും. അതിലൊന്ന് വലുതും 2 ചെറുതും ഉണ്ടാവും. അപ്പോൾ ഇത് ഏറ്റവും വലിയ കാമനയാക്കുന്നത്. നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ മേല് ആയിട്ടുണ്ട്. രാവിലെ നേരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രിക്ക് തന്നെ ഇതാക്കി വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നാൽ വേഗം എടുത്തിട്ട് മാറ്റി വെക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്ത പരിപാടി കാമൻ്റെ തലയുണ്ടാക്കലാണ്. കുറച്ചൊരു ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് അതിന് ഫിറ്റാക്കി കൊടുക്കും. മണ്ണ് അരിച്ചെടുക്കാത്തതുകൊണ്ട് അതിൽ നിറച്ചും കല്ലാണ്. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുമ്പം ഇടക്കിടക്ക് കല്ല് തടയുന്നുണ്ട്. തലക്ക് ഒരുപാട് വലിപ്പമൊന്നും വേണ്ട. ചെറിയൊരു വലിപ്പം മതി. അപ്പോൾ ഒരു ഈർക്കിൽ ഊത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തിട്ട് നടക്കുമ്പോഴെല്ലാം ഇത് ചിലപ്പോൾ തലയങ്ങ് ഇളകി വീഴും. അപ്പോൾ ഒരു ഈർക്കിൽ കുത്തിയിട്ട് വെച്ച് കൊടുത്താൽ അതവിടെ ഫിറ്റായിട്ട് നിൽക്കും. കുറച്ചൊരു മണ്ണ് നീളത്തിൽ ആക്കിയിട്ട് ആ കഴുത്തിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഓരോരാൾ ഓരോ വിധത്തിലാണ് ഉണ്ടാക്കുക. നമ്മൾ പണ്ടേ ഇങ്ങനെയാണ് ആക്കൽ. ഓരോ വീട്ടിലെയും കാമൻ പല ഷേപ്പിലാണ് ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. ഇനി കൈ വെച്ച് കൊടുക്കലാണ്. അതും ഇതേപോലെ തന്നെ കുറച്ച് മണ്ണെടുത്തിട്ട് കൈ കൊണ്ട് നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് കൈ വെച്ച് കൊടുക്കും.
ഇപ്പം കൈക്ക് കുറച്ച് വണ്ണം കുറഞ്ഞു പോയി. എന്നാലും സാരമില്ല, തൽക്കാലം ഇങ്ങനെയെല്ലാം ഒപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ കാമൻ തൊഴുത് നിൽക്കുന്ന പോലെയാണ് ആക്കുന്നത്. പിന്നെ കിരീടമെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് തലയിൽ. കിരീടത്തിൻ്റെ ഷേപ്പൊന്നും അല്ല, എന്നാലും ഏകദേശം അതുപോലെയെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മണ്ണ് ഒരു ഉണ്ട ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മുടി വെച്ച് കൊടുക്കണം ബാക്ക് വശത്ത്. പിന്നെ അടുത്തതിനി ഒരു പുരികം പോലെ വെച്ച് കൊടുക്കുക. എല്ലാവരും ഒന്നും ആക്കലൊന്നുമില്ല, പിന്നെ ഒരു ഭംഗിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആക്കുന്നതാണ്. അപ്പം 2 പുരികം വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മൂക്ക്. കുറച്ചൊരു മണ്ണെടുത്തിട്ട് മൂക്കും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് കണ്ണിൻ്റെ പരിപാടിയാണ്. കണ്ണ് വെക്കാൻ പൊതുവേ കുന്നിക്കുരുവാണ് എടുക്കുക. അപ്പോൾ കുന്നിക്കുരു കിട്ടാത്തതുകൊണ്ട് തൽക്കാലം മഞ്ചാടിക്കുരു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാന്ന്. കുന്നിക്കുരു ആകുമ്പോൾ ശരിക്കും ഒരു കണ്ണിൻ്റെ ഒരു ലുക്കെല്ലാം കിട്ടും വെച്ച് കഴിഞ്ഞാൽ. വള്ളിയെല്ലാം ഉണങ്ങിപ്പോയിനായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അത് എവിടെയും കിട്ടാനില്ല. ഇനി ഇതേ മഞ്ചാടി വെച്ചിട്ട് തന്നെ ഒരു കമ്മൽ പോലെ ആക്കി കൊടുക്കും. 2 സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കും ചെവീൻ്റെ. ഇതിപ്പം തന്നെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അതവിടെ നിൽക്കില്ല. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇപ്പം ആകുമ്പോൾ അത് നനവിൽ അതവിടെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇപ്പം കാമൻ്റെ ഒരു ഏകദേശം രൂപം മാത്രം തൽക്കാലം ആക്കി വെക്കുന്നേ ഉള്ളൂ. പിന്നെ ബാക്കി പരിപാടിയെല്ലാം ഇനി രാവിലെ ചെയ്യുക. കുടയെല്ലാം ആക്കി കൊടുക്കാനുണ്ട്. സൈഡിലെല്ലാം ചെമ്പകപ്പൂവെല്ലാം കുത്തി കൊടുക്കണം, അതൊന്നും ഇപ്പം ആക്കുന്നില്ല. ഇത് മുരിക്കിൻ്റെ പൂവാണ്. നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പോകുമ്പം നഖമെല്ലാം ആക്കിയിട്ട് കൈമെല്ലാം ഒട്ടിച്ച് വെക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ മുരിക്കും പൂവിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ചുണ്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അരീനെ കൊണ്ട് പല്ലെല്ലാം വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല, ചുണ്ട് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കാമനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ 2 എണ്ണം കൂടി ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ 3 കാമനിയും ആക്കിയെടുത്തിട്ട് മുറ്റത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാനാക്കിയ കാമൻ. ഇനി എന്തെങ്കിലും എടുത്തിട്ട് ഇതിനൊന്ന് പൊത്തി വെക്കണം, ഇല്ലേ പിന്നെ രാത്രിക്ക് നായെല്ലാം വന്ന് ഇതെല്ലാം തട്ടിയിട്ട് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാമൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.